അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ലളിതാ സഹസ്രനാമം നാം 326 നാമം വരെയുള്ള നാമങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പഠിച്ച് വന്നു. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് കേൾക്കാം. കലാവതി എന്ന നാമത്തോടുകൂടി ആരംഭിക്കുന്നു. കലാവതി, കലാലാപ നമ്മളൊക്കെ പറയാറുണ്ട്. കളരവം എങ്കിൽ കളകളാരവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ ആ കളാലാപ എന്നതാണ് മലയാളികൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുണ്ടാവുക. കലാലാപ എന്നുള്ളതല്ല യോരഭേദ എന്നുള്ള വ്യത്യാസം കൊണ്ട് ആണ് കലാലാപ എന്നാവുന്നത്. കളരവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അവിടെ കളാലാപ എന്ന് ചൊല്ലാം, അല്ല കലാലാപ എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലാം. ല എന്നും ള എന്നുള്ള അക്ഷരം ആയതുകൊണ്ടുള്ള ഒരു വ്യത്യാസമാണത്. കലാവതി, കലാലാപ, കാന്ത, കാദംബരി പ്രിയ. കാദംബരി പ്രിയ ദീർഘണ്ട്. കാദംബരി പ്രിയ, കാദംബരി പ്രിയ എന്നല്ല ഉള്ളൂ, കാദംബരി പ്രിയ. വരദ, അടുത്തത് വാമനയന. പിന്നീട് വാരുണീമദ വിഹ്വല. വാരുണീമദ വിഹ്വല കൂടിച്ചേർന്ന വാരുണീമദ വിഹ്വല. പിന്നെ വിശ്വാധിക. വിശ്വാധിക, വേദവേദ്യ അടുത്ത നാമം. പിന്നീട് വിന്ധ്യാചല നിവാസിനി. വിന്ധ്യ അചല നിവാസിനി, വിന്ധ്യാചല നിവാസിനി. വിധാത്രി, പിന്നെ വേദജനനി അടുത്ത നാമം. വിഷ്ണുമായ അടുത്ത നാമം. വിലാസിനി. പിന്നീട് ക്ഷേത്രസ്വരൂപ. പിന്നീട് ക്ഷേത്രേശി. ക്ഷേത്ര ഈശി, ഈശിച്ച ഈശ്വരി, ക്ഷേത്രേശി. പിന്നെ ക്ഷേത്രജ്ഞപാലിനി. ക്ഷേത്രജ്ഞപാലിനി, ക്ഷേത്രജ്ഞപാലിനി എന്ന നാമം മുറിക്കാതെ ചൊല്ലുക. പിന്നെ ക്ഷയവൃദ്ധി വിനിർമുക്ത. ക്ഷയവൃദ്ധി വിനിർമുക്ത എന്നൊരു അടുത്ത നാമം. ക്ഷയവൃദ്ധി വിനിർമുക്ത. പിന്നീട് ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രപാല സമർച്ചിത, ക്ഷേത്രപാല സമർച്ചിത. വിജയ ഒരു നാമം. വിമല അടുത്ത നാമം. പിന്നെ വന്ദ്യ എന്നൊരു നാമം. വന്ദാരുജനവത്സല. വന്ദാരുജനവത്സല, വന്ദാരുജനവത്സല. വാഗ്വാദിനി. വാക്ക് വാദിനി കൂടിച്ചേർന്ന് വാഗ്വാദിനി. വാഗ്വാദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതാണ് വാഗ്വാദിനി. പിന്നെ ഇവിടെ വാമകേശി. വാമകേശി എന്നടുത്ത നാമം. വാമകേശി. പിന്നെ വഹ്നിമണ്ഡലവാസിനി. വഹ്നി എന്നാണ് അത് എഴുതുക. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വഹ്നി
എന്ന് ഉച്ചരിക്കും, വഹ്നി എന്ന് ആണത് എഴുതിയിട്ടുണ്ടാവുക. വൻഹി എന്നാണ് ഉച്ചരിച്ച് കേൾക്കാറുള്ളത്. അപ്പം അത് വഹ്നി എന്ന് തന്നെ ഉച്ചരിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല, അങ്ങനെ സാധിക്കുന്നവർക്ക് അങ്ങനെ ആവാം. വന്യമണ്ഡലവാസിനി എന്നാണ് പൊതുവെ കേരളത്തിലുള്ളവരൊക്കെ ഉച്ചരിച്ച് കേൾക്കാറുള്ളത്. അങ്ങനെ ഒരു സമ്പ്രദായമാണ് കേരളത്തിലുള്ളത്. വന്യമണ്ഡലവാസിനി, വന്യമണ്ഡലവാസിനി, വന്യമണ്ഡലവാസിനി. പിന്നെ ഭക്തിമത് കൽപ്പലതിക, ഭക്തിമത് കൽപ്പലതിക, ഭക്തിമത് കൽപ്പലതിക കൂടി ചേർന്ന് ഭക്തിമത് കൽപ്പലതിക. അടുത്തത് പശുപാശ വിമോചിനി, പശുപാശ വിമോചിനി, പശുപാശ വിമോചിനി. അടുത്തത് സംഹൃതാശേഷ പാഷണ്ഡ. ഇവിടെ ഈ പാഷണ്ഡ എന്നുള്ളതിന് പാഖണ്ഡ എന്നും ഒരു ഉച്ചാരണ ഭേദം ഉണ്ട്. സംസ്കൃതത്തിൽ പല ദിക്കിലും അത് ധാരാളമായിട്ട് കാണാറുണ്ട്. പാഷണ്ഡ, പാഖണ്ഡ എന്നുള്ള വ്യത്യാസം. അത് ആ ഉച്ചാരണത്തിലുള്ളൊരു ഭേദം മാത്രമാണ്, അർത്ഥവ്യത്യാസമൊന്നുമില്ല. പാഖണ്ഡ എന്ന് പുസ്തകത്തിൽ കാണുന്നുവെങ്കിൽ അങ്ങനെ ചൊല്ലി ശീലിച്ചവർക്ക് അങ്ങനെയാവാം, പാഷണ്ഡ എന്ന് ചൊല്ലി ശീലിച്ചവർക്ക് അങ്ങനെയും ആവാം. അപ്പോൾ ഇവിടെ സംഹൃത ആശേഷ പാഷണ്ഡ, സംഹൃത അശേഷ പാഷണ്ഡ അഥവാ പാഖണ്ഡ. സംഹൃത ആശേഷ പാഷണ്ഡ, സംഹൃത ആശേഷ പാഖണ്ഡ ഏതാ സൗകര്യച്ചാൽ ചൊല്ലാം. സദാചാര പ്രവർത്തിക, സദാചാരത്തെ പ്രവർത്തിക്കുന്നവൾ. അവിടെ സദാചാരപ്രവർത്തിക എന്നൊന്നും ചൊല്ലിപ്പോരുത്. പലരും ഈ സഹസ്രനാമം ഒക്കെ ചില ആളുകൾക്കെങ്കിലും അറിവില്ലാതെ അത് തെറ്റിച്ചൊല്ലുമ്പോൾ ചിലരൊക്കെ അതിങ്ങനെ കളിയാക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കളിയാക്കുന്നത് ഈ നാമം പറഞ്ഞിട്ടാണ്. സദാചാരപ്രവർത്തിക എന്നൊക്കെ ചിലർ ചൊല്ലുന്നത് കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള തെറ്റുകളൊന്നും നമുക്ക് വരാതിരിക്കാൻ ശ്രമിക്കാം. സദാചാരത്തെ പ്രവർത്തിക്കുന്നവൾ എന്നാണ്. അപ്പോൾ സദാചാരം ആണ് അവിടെ വാക്ക്. സദാചാര പ്രവർത്തിക, സത്തായിരിക്കുന്ന ആചാരം, അല്ലെങ്കിൽ അതൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. എന്തായാലും ഇവിടെ വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് സദാചാര പ്രവർത്തിക എന്ന് അത് ഉച്ചരിക്കുക. ഇനി അടുത്തത് മുറിക്കാനാവാത്ത കുറച്ച് ദീർഘമായ നാമമാണ്. താപത്രയ അഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. താപത്രയ അഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. താപത്രയ അഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ഒന്നിച്ച് ചൊല്ലണം, അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ചൊല്ലണം. താപത്രയ അഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. മുറിക്കരുത്. താപത്രയ അഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ഇനി അടുത്തത് തരുണി. പിന്നെ താപസാരാധ്യ, താപസാരാധ്യ, താപസ ആരാധ്യ, താപസാരാധ്യ. തനുമധ്യ, തനുമധ്യ. തമോപഹ, തമഃ അപഹ, തമോപഹ, തമോപഹ. പിന്നെ ചിതി, വിസർഗമുള്ള വാക്ക് ചിതി. പിന്നെ തത്പദലക്ഷ്യാർത്ഥ, തത്പദലക്ഷ്യാർത്ഥ, തത്പദലക്ഷ്യാർത്ഥ. ഈ രണ്ട് നാമങ്ങളും കൂടി വരുമ്പോഴോ ചിതിസ്തത്പദലക്ഷ്യാർത്ഥ, ചിതിസ്തത്പദലക്ഷ്യാർത്ഥ എന്നായിത്തീരുന്നു. ഇനി ചിദേകരസരൂപിണി. ചിത്, ചിത്ത് ഏകരസരൂപിണി.
ചിദേകരസരൂപിണി എന്നാണ്. ചിതിസ്തത്പദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി. അടുത്തതും മുറിക്കാതെ ചൊല്ലേണ്ട ദീർഘമായ നാമമാണ്. സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. സ്വ ആത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദി ആനന്ദ സന്തതി. അർത്ഥം വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട ഒരു നാമമാണത്. അപ്പോൾ ഇവിടെ അത് ചൊല്ലുന്ന സമയത്ത് സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി എന്ന് മുറിക്കാതെ ചൊല്ലുക. ഒന്നുകൂടി സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. വിസർഗമുണ്ട്. സന്തതിഹി എന്ന് ചൊല്ലാം. സന്തതി എന്നുവെച്ചാൽ അങ്ങനെ ചൊല്ലാം. പിന്നെ പരാ എന്ന അടുത്ത നാമം. പിന്നീട് പ്രത്യക്ചിതീരൂപ എന്ന്, പിന്നീട് പശ്യന്തി അടുത്ത നാമം. പരദേവത പിന്നീടുള്ള നാമം. മധ്യമ പിന്നീട് വൈഖരീരൂപ. അത് കഴിഞ്ഞ് ഭക്തമാനസഹംസിക അടുത്ത നാമം. പിന്നെ ഇതുവരെ വായിച്ച് പോന്ന ഇത്രയും നാമങ്ങൾ നമുക്ക് എങ്ങനെ ഒന്നിച്ച് ചൊല്ലാം എന്നൊന്ന് ചൊല്ലി വരാം. കലാവതി കലാലാപ കാന്താ കാദംബരീ പ്രിയ വരദ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാധികാ വേദവേദ്യ വിന്ധ്യാചലനിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിവിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദ്യാരുജനവത്സല വാഗ്വാദിനി വാമകേശി വഹ്നിമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതികാ പശുപാശവിമോചിനി സംഹൃതാശേഷപാഖണ്ഡ അഥവാ സംഹൃതാശേഷപാഷണ്ഡ സദാചാരപ്രവർത്തിക താപത്രയാഗ്നിസന്തപ്തസമാഹ്ലാദനചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യ തമോപഹ ചിതിസ്തത്പദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യക്ചിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക. ഇത്രയും നാമങ്ങൾ ഉച്ചരിക്കാൻ നാം പഠിച്ചു എന്ന് കരുതാം. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത തലത്തിൽ കേൾക്കാം. നമസ്കാരം.